ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ +1 മാത്തമാറ്റിക്സ് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും ക്വസ്റ്റ്യൻസാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ പബ്ലിക് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാം റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി അഥവാ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് റിവിഷൻ ചെയ്ത് A+ തന്നെ മേടിക്കാൻ സാധിക്കുന്നതാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. സോ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ അഥവാ GP എന്നുള്ളതാണ്. ഒരു പ്രോഗ്രഷൻ അഥവാ ഒരു സീക്വൻസിനെ നമ്മളൊരു GP എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ ടേംസ്, അതായത് അടുത്തടുത്തുള്ള 2 ടേംസ്, അതായത് സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം, അങ്ങനെ ഏതെങ്കിലും അടുത്തടുത്തുള്ള 2 ടേംസ് തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അങ്ങനെ അതിന് നമുക്ക് എന്തെന്ന് പറയാം, GP എന്ന് പറയാം. ആ റേഷ്യോനെ നമ്മൾ പറയുന്നതാണ് കോമൺ റേഷ്യോ. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ R കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയെന്ന് മാത്രം. ഇനി അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 2, 4, 8, 16 എന്ന് പറയുന്നത് ഇതൊരു GP ആണ്. കാരണം ഇവിടെ ഫസ്റ്റ് ടേം 2 ആണ്. അതിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 4 കിട്ടി. വീണ്ടും 4 × 2 ചെയ്തപ്പോൾ 8 കിട്ടി. 8 × 2 ചെയ്തപ്പോൾ 16 കിട്ടി. അങ്ങനെ പോകുന്ന ഒരു പ്രോഗ്രഷനാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടിന്യൂസ് ടേംസ് കണ്ടുപിടിക്കുന്നത്. therefore we can say that R is a common ratio and R is equal to 2 എന്ന് നമുക്ക് എഴുതാം. അതുപോലെ ഒരു സീക്വൻസാണ് 525, 125 എന്ന് പറയുന്ന ഈ സീക്വൻസ്. ഇവിടെ കോമൺ റേഷ്യോ നമുക്ക് R is equal to 5 എന്ന് എഴുതാം. ഇനി ഒരു പ്രോഗ്രഷൻ നമ്മളൊരു ഫസ്റ്റ് ടേം Aയും അതുപോലെ തന്നെ കോമൺ റേഷ്യോ R ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രഷനെ നമുക്ക് ഇതേ രീതിയിൽ എഴുതാം. AR² എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിൽ ഓർത്ത് വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണിത്. 3 ടേംസ് ABC എന്ന് പറഞ്ഞിട്ട് 3 ടേംസ് ഒരു GPയിലാണെങ്കിൽ നമുക്ക് B² = AC എന്ന് എഴുതാം. അതായത് സെക്കൻഡ് ടേം അല്ലെങ്കിൽ മിഡിൽ ടേമിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റ് 2 ടേംസിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഓർത്ത് വെക്കുക കേട്ടോ. ഇനി പഠിക്കേണ്ട ഫോർമുലാസ്, ഒന്ന് nth ടേം കാണാനുള്ള ഫോർമുലയും അതുപോലെ സം ഓഫ് n ടേംസ് ഓഫ് എ GP, ഈ 2 ഫോർമുലാസുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. nth ടേം കാണാൻ AN = A × R⁻n−1 എന്ന് കാണാം. അതായത് ഫസ്റ്റ് ടേം ഇൻറ്റു R കോമൺ റേഷ്യോ n−1 ചെയ്യാം. എത്രാമത്തെ ടേം ആണോ കാണുന്നത് അതിനേക്കാളും ഒരു നമ്പർ കുറച്ചിട്ട് ആ കോമൺ റേഷ്യോ എഴുതാം. പവർ, കോമൺ റേഷ്യോയുടെ പവർ എഴുതാം. ഇനി സം ഓഫ് n ടേംസ് ഓഫ് എ GP, അതിന് 2 ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ കോമൺ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇക്വേഷൻ ചൂസ് ചെയ്യുന്നത്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് >1 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഇക്വേഷൻ എഴുതാം. അഥവാ അത് ആ കോമൺ റേഷ്യോ <1, അതായത് ഒരു ഫ്രാക്ഷൻ എന്ന രൂപത്തിൽ 1/2 എന്നോ 0.5 അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷൻ A × 1 - R⁻n/1 - R എന്ന് എഴുതാം. ഇനി കോമൺ റേഷ്യോ R>1 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഇക്വേഷൻ അപ്പോൾ നമ്മൾ ആദ്യം R എഴുതാൻ നോക്കുക. R⁻n−1 / R⁻1 എന്ന് എഴുതാം. അതാണ് ഡിഫറൻസ്. ഇനി ഇതിലൊരു ചെറിയ കാര്യം കൂടി, ജോമെട്രിക് മീൻ കാണാൻ ജോമെട്രിക് മീൻ ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് A and B എന്നുള്ളത് നമുക്ക് √AB എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് കാണാൻ പറ്റും. ഇത്രയും ഫോർമുലാസ് മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ 12th ടേം ഓഫ് എ GP ഹൂസ് 8th ടേം is 192 ആൻഡ് കോമൺ റേഷ്യോ is 2. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് 12th ടേം കാണാനാണ്. അതിൻ്റെ 8th ടേം തന്നിട്ടുണ്ട്, അതുപോലെ കോമൺ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ എന്ന് നോക്കിയിട്ട് അതൊക്കെ നമ്മൾ എടുത്തെഴുതാം. ഇപ്പോൾ ഇവിടെ 8th ടേം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 8th ടേം = 192 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അത് നൊട്ടേഷൻ വെച്ചിട്ട് എഴുതാം. 8th ടേം എന്നുള്ളതിന് A8 എന്ന് എഴുതാം. A8 = 192. കോമൺ റേഷ്യോ തന്നിട്ടുണ്ട്, അപ്പോൾ R = 2 എന്ന് എഴുതാം. ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി അതിൽ ചോദിച്ചിട്ടുള്ളത് എന്താ, 12th ടേം ആണ്. അപ്പോൾ ഞാൻ 12th ടേം = എന്താണോ അത് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്ന കാര്യം നോക്കുക, A8
A8 എന്ന് പറയുമ്പോൾ 8th ടേമിനെ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് nth ടേമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ A × r⁻n−1 എന്ന് എഴുതാം. അപ്പോൾ 8th ടേം എന്ന് പറയുമ്പോൾ A × r⁷ എന്ന് എഴുതാം. അതാണ് നമുക്ക് 192 എന്ന് തന്നിട്ടുള്ളത്. സോ ഈക്വൽ ടു 192 എന്ന് എഴുതി. ഇനി 12th ടേം ആണ് കാണാനുള്ളത്. സോ 12th ടേമിൻ്റെ ഇക്വേഷൻ എഴുതാം. A12 = A × r⁻11. ഏത് ടേമാണോ കാണുന്നത് അതിനേക്കാൾ ഒരു നമ്പർ കുറച്ചിട്ട് ഇവിടെ ആറിൻ്റെ പവർ എഴുതിയാൽ മതി. A × r⁻11 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു r⁻11 എന്നുള്ളതിന് നമുക്ക് r⁷ × r⁴ എന്ന് എഴുതാം. ഇനി ഇത്രയും ടേം A × r⁷ എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് 192 എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് പകരം 192 എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2 കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 2⁴ എന്ന് എഴുതാം. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 192 × 16 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3072 എന്ന് ഫൈനൽ ആൻസർ എഴുതാം. ഇനിയിപ്പോൾ ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ അല്ലാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 8th ടേം തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആറിൻ്റെ വാല്യൂ അറിയാം അല്ലേ, 2 എന്നറിയാം. അപ്പോൾ 2⁷ എന്ന് നമുക്ക് ഇവിടെ എഴുതാം. അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേം A എന്നുള്ളത് കണ്ടുപിടിക്കാം. എയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ A12 എന്നുള്ള ഇക്വേഷനിൽ എയുടെ വാല്യൂവും ആറിൻ്റെ ഇക്വേഷനും രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും നമുക്ക് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോഴും ഇതേ ആൻസർ തന്നെ നമുക്ക് കിട്ടും. ഏത് മെത്തേഡിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. എങ്ങനെയായാലും ഫൈനൽ ആൻസർ കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് വാല്യൂസ് ഓഫ് x -2/7 x -7/2 ആർ ഇൻ GP. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 ടേംസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ രീതിയിൽ 3 നമ്പേഴ്സ് അല്ലെങ്കിൽ 3 ടേംസ് ഡിഫറെൻറ്റ് തന്നിട്ട് എക്സിൻ്റെ വാല്യൂ കാണാനോ അല്ലെങ്കിൽ മിഡിൽ ടേം കാണാനോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, 3 ടേംസ് GPയിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതാം. B² = AC എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് സെൻട്രലിലുള്ള നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെയും തേർഡ് ടേമിൻ്റെയും പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എക്സ് ആണ് മിഡിൽ ടേം. സോ x² = -2/7 × -7/2 എന്ന് എഴുതാം. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് വരും. സോ x = +or-1 എന്ന ആൻസർ എഴുതാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ എ GP തേർഡ് ടേം is 24 and sixth term is 192. ഫൈൻഡ് ദ 10th term. തേർഡ് ടേം തന്നിട്ടുണ്ട്. സോ ക്വിക്ക്ലി നമുക്ക് എഴുതാം. A3 = 24 എന്ന് എഴുതാം. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ AR², A3 തേർഡ് ടേം കാണണമെങ്കിൽ AR² എന്ന് എഴുതാം, = 24 എന്ന് എഴുതാം. ഇനി തന്നിട്ടുള്ളത് 6th ടേം ആണ്. സോ A6 = 192 എന്ന് എഴുതാം. അതിൽ വീണ്ടും 6th ടേമിൻ്റെ ഇക്വേഷൻ കൊടുക്കുക. AR⁵ = 192 എന്ന് എഴുതാം. ഇപ്പോൾ 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റത്തേന് ഇക്വേഷൻ 1 എന്നും രണ്ടാമത്തേന് ഇക്വേഷൻ 2 എന്നും മാർക്ക് ചെയ്യാം. ഇനി ചോദിച്ചിട്ടുള്ളത് 10th ടേം ആണ്. അതായത് AR⁹ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് A അറിയണം, അതുപോലെ തന്നെ ആറും അറിയണം. സോ എയും ആറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 2 ഇക്വേഷനും ഒന്ന് സോൾവ് ചെയ്തിട്ട് അതിൽ നിന്ന് എയും ആറും കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 ഇക്വേഷനും കൂടി ഡിവൈഡ് ചെയ്യാം. അതായത് ഇക്വേഷൻ 2/ഇക്വേഷൻ 1 അല്ലെങ്കിൽ ഇക്വേഷൻ 1/2 ചെയ്യാം. അപ്പോൾ ഇതിൽ ഇക്വേഷൻ 2ൽ 192 ആണ് ഇവിടെ ആൻസർ കിടക്കുന്നത്. അപ്പോൾ അതാണ് വലുത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2 / 1 ചെയ്ത് നോക്കാം. സോ ഇക്വേഷൻ 2 / ഇക്വേഷൻ 1 ചെയ്യുമ്പോൾ AR⁵ / AR² വരാം. അതിൽ നിന്ന് A എന്ന് പറയുന്ന ടേം നമുക്ക് ഡിവൈഡ് ചെയ്യാം. ബാക്കി R⁵ / R² എന്ന് ചെയ്ത് വരുമ്പോൾ നമുക്ക് R³ എന്ന് കിട്ടും. R³ റൈറ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് R = 2 എന്ന് എഴുതാം. R = 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വാല്യൂ നമുക്ക് കിട്ടിയാൽ എന്ത് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ R = 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ വാല്യൂ എയുടെ വാല്യൂ നമുക്ക് കിട്ടും. അങ്ങനെ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ A = 6 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ A10 കാണാൻ A × r⁹ ചെയ്യുക. എയുടെ വാല്യൂ 6 × 2⁹ ചെയ്യുക. ആൻസർ 3072 എന്ന് കിട്ടും. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യനും ഇതിനോട് കൂടിയിട്ട് തന്നെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചുമ്മാ കേട്ടുകൊണ്ടിരിക്കരുത്. അതിനോടുകൂടി തന്നെ നിങ്ങളെല്ലാവരും ഒരു വട്ടെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് എഴുതി പഠിക്കുക. വെറുതെ വായിച്ച് പഠിക്കരുത്. ഇതിങ്ങനെ കിട്ടും, ഇതങ്ങനെ കിട്ടും, അങ്ങനെ വിചാരിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ സ്റ്റക്കായി പോകും. അതിന് പകരം ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കാനും പഠിച്ചു നോക്കാനും ശ്രമിക്കുക. മാത്സ് എപ്പോഴും എഴുതി പഠിക്കണം. എഴുതി പഠിച്ചാൽ മാത്രമാണ് ഓരോ പ്രോബ്ലംസും തറവായിട്ട് മനസ്സിൽ കിടക്കുള്ളൂ. നിങ്ങൾ ഒരു വട്ടം ചെയ്ത് പഠിച്ചവിടെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വീണ്ടും വീണ്ടും എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, ഫൈൻഡ് ദ സം ഓഫ് ദ സീക്വൻസ് 8, 88, 888 എക്സെട്ര അപ് ടു n ടേംസ്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്.
അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സീക്വൻസിന് നമ്മൾ എസ് എന്ന് എഴുതുക. എസ് ഇസ് ഈക്വൽ ടു 8 + 88 + 888 എക്സെട്ര അപ് ടു n ടേംസ്. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ജി പി ഒന്നുമല്ല. ഇതിനോട് കൂടി എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ടേം ഒന്നും കിട്ടുന്നില്ല, 88 ഒന്നും വരില്ല. സോ നമുക്കിതൊരു ജി പി ആയിട്ട് പറയാൻ പറ്റില്ല. 8 × 11 ചെയ്താൽ 88 വരും, പക്ഷേ 88 × 11 ചെയ്താൽ 888 വരുന്നില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ജി പി ആയിട്ട് പറയാം. പക്ഷേ ഇത് ജി പി അല്ലാത്തത് കൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒരു ജി പി ആക്കി മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ജി പി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 8, 88 അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 8 എന്നുള്ളൊരു നമ്പർ കാണാം. അപ്പോൾ ആ 8നെ നമ്മൾ കോമൺ ടേം ആയിട്ട് ഔട്ട് സൈഡ് എടുത്തിട്ട് റിമൈനിങ് ടേംസ് ഒന്ന് ബ്രാക്കറ്റിൽ എഴുതാം. സോ 8 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 + 11 + 111 + എക്സെട്ര അപ് ടു n ടേംസ് എന്ന് എഴുതാം. ഇനി വീണ്ടും ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരു ജി പി ആയിട്ട് കാണുന്നില്ല. 1 ഇവിടെ, പിന്നെ 11, പിന്നെ 111, അടുത്ത വരാം 1111 എന്നാണ് വരാം. അപ്പോഴും അതൊരു ജി പി ആയിട്ട് പോകുന്നില്ല. സോ നമ്മളതിനെ വീണ്ടും ഒരു ജി പി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും കൂടി ചെയ്യാം. സോ 8/9 × 9 ഉള്ളിലോട്ട് എടുത്താൽ 9 + 99 + 999 + എക്സെട്ര അപ് ടു n ടേംസ് എന്ന് എഴുതാം. ഇനി ഈ സീക്വൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 9, 99, 999 അങ്ങനെയാണ് പോകുന്നത്. വീണ്ടും ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക. സോ 9 എന്നുള്ളതിന് നമുക്ക് 10 - 1 എന്ന് എഴുതാം, 99 100 - 1 എന്ന് എഴുതാം, 999 1000 - 1 എന്ന് എഴുതാം. അങ്ങനെ എക്സെട്ര എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 10, 100, 1000 ആ 3 ടേംസ് നമുക്ക് ഒരുമിച്ച് എഴുതാം. 10, 100, 1000 എക്സെട്ര ആ ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതി ബാക്കി വരുന്നത് 1 ആണ്. ആ 1 എല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതാം. -1 + 1 + എക്സെട്ര അപ് ടു n ടേംസ്. മൈനസ് ഞാനിവിടെ കോമൺ ആയിട്ട് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ജി പി ആണ്. 10, 100, 1000 എന്ന് പറയുന്ന ഈ ടേംസ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെ പോകുന്ന ഒരു ജി പി ആണ്. സോ നമുക്ക് സം ഓഫ് n ടേംസ് ഓഫ് എ ജി പി എന്നുള്ള ഇക്വേഷൻ കൊടുത്തിട്ട് എഴുതാൻ പറ്റും. സോ 8/9 ഇവിടെ ഫസ്റ്റ് ടേം 10 ആണ്, കോമൺ റേഷ്യോ എന്ന് പറയുന്നതും 10 ആണ്. സോ r⁻n - 1 ഡിവൈഡഡ് ബൈ r - 1 ആ ഇക്വേഷൻ ഇവിടെ കൊടുത്തു ഫസ്റ്റത്തെ ഈ സീക്വൻസിന്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 നമ്മൾ n ടൈംസ് ആഡ് ചെയ്യാണ്. സോ 1 + 1 + എക്സെട്ര n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കതിനെ n എന്ന് എഴുതാം. സോ -n എന്ന് എഴുതി. ഇത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുമ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. സോ 8/9 × 10 × 10⁻n - 1 ഡിവൈഡഡ് ബൈ 10 - 1 മീൻസ് ഇറ്റ് ഈസ് 9 - n എന്ന് എഴുതിയാൽ ഫൈനൽ ആൻസറായി. ഇനി ഇതേ രീതിയിൽ ചെയ്യുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് ഞാനിവിടെ അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫൈൻഡ് ദ സം ഓഫ് ദ സീക്വൻസ് 7 + 77 + 777 + 7777 എക്സെട്ര അപ് ടു n ടേംസ്. അപ്പോൾ ഇവിടെയും ജസ്റ്റ് ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ നമ്മൾ 8 എന്ന് എഴുതിയതിന് പകരം 7 എന്ന് എഴുതിയിട്ട് നമ്മൾ ഇക്വേഷൻസ് ഇതേ രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് ഇതേപോലെ ഫൈനൽ ആൻസർ കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഇതേ രീതിയിൽ സ്റ്റെപ്പുകൾ എഴുതിയിട്ട് ഒന്നിച്ച് സ്വയം ചെയ്ത് നോക്കുക ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The sum of the first 3 terms of a GPA is 13/12 and the product is -1. Find the common ratio and the terms. ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേ പാറ്റേണിൽ തന്നെ നമുക്ക് ഈ ഇക്വേഷനും സോൾവ് ചെയ്യാം. ഓക്കെ, മാത്സ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, ജസ്റ്റ് നമ്പേഴ്സിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. സോ എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുന്നത് എന്നുള്ള മെത്തേഡ് എപ്പോഴും ഓർത്ത് വയ്ക്കുക. വെറുതെ ബൈ ഹാർട്ട് പഠിക്കാതെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള മെത്തേഡാണ് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് സം ഓഫ് 3 ടേംസ് ഓഫ് എ ജി പി ആണ്. അപ്പോൾ നമുക്ക് 3 ടേംസിനെ നമുക്ക് a/r a/ar എന്നെടുക്കാം. 3 ടേംസ് എടുത്തു. ഇനി അതിൻ്റെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് -1. സോ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു -1 എന്ന് എഴുതാം. ഇനി പ്രോഡക്റ്റ് ഈക്വൽ ടു -1 ആയതുകൊണ്ട് ഈ 3 ടേംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. a/r × a × ar ഈസ് ഈക്വൽ ടു -1 എന്ന് എഴുതാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് r ക്യാൻസൽ ചെയ്യുമ്പോൾ a³ ഈസ് ഈക്വൽ ടു -1 എന്ന് വരും. അതായത് a ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. a³ -1 ആവണമെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ എന്താവുള്ളൂ? -1 മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. +1 ആണെന്നുണ്ടെങ്കിൽ a³ വാല്യൂ 1 ആ വരിക. ഇനി ഫസ്റ്റത്തെ ആ കണ്ടീഷൻ എടുക്കുക. സം ഓഫ് ദ ടേംസ് എന്ന് പറയുന്നത് 13/12 എന്നുള്ള ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുക. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. a/r + a + ar is equal to 13/12 എന്ന് എഴുതാം. ഇത് എയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക. -1/r + -1 + -r is equal to 13/12 എന്ന് എഴുതാം. ഇനി ഇവിടെ നിന്ന് എല്ലായിടത്തും നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ആ നെഗറ്റീവിനെ നമുക്ക് RHSലോട്ട് എടുക്കാം. സോ 1/r + 1 + r is equal to -13/12 എന്ന് എഴുതാം. ഇനി വീണ്ടും ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 + r + r² LCM എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു r എന്നുള്ളതിന് നമുക്ക് RHSലോട്ട് എടുക്കാം. സോ -13 r എന്ന് വരും. ഈ 12നെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്.
ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 12r² + 25r + 12 = 0 എന്ന് വരും. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഫാക്ടറൈസേഷൻ മെത്തേഡിലാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. 12r² + 25r ഞാൻ 16r + 9r എന്നെഴുതി, + 12 = 0 എന്നെഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 12r + 16r എന്നാണ്. രണ്ടിലും 4 കോമൺ ആണ്, 6ഉം കോമൺ ആണ്. സോ 4r ഔട്ട് സൈഡ് എടുത്തു. 4r × 3r + 4 എന്നെഴുതി, +3 × 3r + 4 എന്നെഴുതി. ഇസ് ഈക്വൽ ടു വീണ്ടും ഇതിൽ 3r + 4 കോമൺ ആണ്. അപ്പോൾ നമുക്ക് 4r + 3 × 3r + 4 എന്നെഴുതാം. ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അതിനെ സോൾവ് ചെയ്യുമ്പോൾ 4r + 3 = 0. ദാറ്റ് മീൻസ് r is equal to -3/4 or 3r + 4 is equal to 0. That is equal to -4/3. ഈ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഇതുപോലെ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രോബ്ലംസോ കൂടുതൽ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇങ്ങനെയല്ല, നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. സോ ഇവിടെ ആറാണ് കാണേണ്ടത്. സോ r = -b ± (b² - 4ac / 2a). ആ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ABCയുടെ വാല്യൂ കൊടുക്കുമ്പോൾ വീണ്ടും അതേ ആൻസർ r is equal to -3/4 അല്ലെങ്കിൽ r = -4/3. എങ്ങനെ ചെയ്താലും ഒരേ ആൻസർ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ഫസ്റ്റ് 3 terms of a GP is 39/10 and product is 1. Find the terms. ഒന്നും ചെയ്യാനില്ല, ഇതേപോലെ തന്നെ ചെയ്യുക. പ്രോഡക്റ്റ് കൊടുക്കുക, =1 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ 1 വരും. പിന്നെ ഇതേപോലെ തന്നെ സമ്മിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ആറിൻ്റെ വാല്യൂ കാണാം. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ക്രിസ്മസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതിൽ വെച്ചിട്ട് കാണാം കേട്ടോ. ഞാൻ വീണ്ടും റിപ്പീറ്റേഷൻ പറയുന്നില്ല, നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻ ഒന്ന്. ഇനി 8th ക്വസ്റ്റ്യൻ, ഇൻസേർട്ട് 2 numbers between 3 and 81 so that the resulting sequence is a GP. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 നമ്പേഴ്സ് ഇൻസെർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സീക്വൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ടേംസ്, ഇടയിലുള്ള 2 ടേംസ് നമ്മൾ A2 A3 എന്നെടുക്കുക, ലാസ്റ്റ് ടേം 81 എന്നെടുക്കുക. സോ ലെറ്റ് 3 A2 A3 81 are in GP എന്നെഴുതാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 4th ടേം അറിയാം 81. സോ AR³ = 81 എന്നെഴുതാം. എയുടെ വാല്യൂ നമുക്കറിയാം 3 × R³ = 81 എന്നെഴുതാം. അതിൽ നിന്ന് ആറിൻ്റെ വാല്യൂ കാണാം. R³ = 27 വരും, R is equal to 3 എന്നെഴുതാം. ഇനി ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് A2 എന്നുള്ള ഇക്വേഷനിൽ കൊടുക്കുക. A2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം × R ചെയ്യുക. ഫസ്റ്റ് ടേം നമുക്കറിയാം 3 എന്നറിയാം. സോ 3 × R ചെയ്താൽ 3 × 3 വരും, അതായത് 9 വരും. വീണ്ടും 9 × 3 ചെയ്താൽ നെക്സ്റ്റ് ടേം കിട്ടും 27 എന്ന് കിട്ടും. സോ A2 A3 എന്ന് പറയുന്നത് 9 and 27 എന്ന് വരും. GP എന്ന് പറയുന്നത് ഇതിൽ കൊടുക്കുമ്പോൾ 3 9 27 81 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഇനി ഇത് കൂടാണ്ട് ഈ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ഷൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി 9th ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ഓഫ് ദ GP 3 3² 3³ etc. ആർ നീഡഡ് ടു ഗിവ് ദ സം 120. ഒരു GP തന്നിട്ടുണ്ട് 3 3² 3³ etc. എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണോ തന്നിട്ടുള്ളത് അതൊക്കെ നമ്മൾ എടുത്തെഴുതുക. സോ ഫസ്റ്റ് ടേം നമുക്കറിയാം ഈ GPയിൽ 3 എന്നെഴുതാം. സോ A is equal to 3 എന്നെഴുതാം. കോമൺ റേഷ്യോ നമുക്ക് നോക്കിയാൽ 3 3² അങ്ങനെയാണ് പോകുന്നത്. സോ കോമൺ റേഷ്യോ is equal to R = 3 എന്ന് നമുക്ക് എഴുതാം. ഇനി ഹൗ മെനി ടേംസ് ഓഫ് ദി GP എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ടേംസ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആർ നീഡഡ് ടു ഗിവ് ദ സം 120. സം തന്നിട്ടുണ്ട് 120 എന്ന്. സോ SN is equal to 120 എന്ന് എഴുതാം. ഇനി SN 120 ആണെങ്കിൽ SN എന്ന് പറയുമ്പോൾ സം ടു n ടേംസ് ഓഫ് ദ GP. ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം. A × R⁻n - 1 / R-1. ഇവിടെ ഞാൻ ഈ ഇക്വേഷനാണ് എഴുതിയത്. കാരണം എന്താ, R is equal to ഇവിടെ 3 ആണ്, >1 ആണ്. സോ അതുകൊണ്ടാണ് R⁻n - 1 എന്ന് എഴുതിയത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ആറിൻ്റെയും എയുടെ വാല്യൂ കൊടുത്തിട്ട് ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. സോ A is equal to 3 ആണ്, R is equal to 3 കൊടുക്കുമ്പോൾ 3 - 1 ഡിനോമിനേറ്ററിൽ വരും. അതായത് 3 - 1 എന്ന് പറയുന്നത് 2 എന്നെഴുതാം. ഇനി ഈ 3നെയും 2നെയും നമ്മൾ RHSലോട്ട് എടുക്കുക. സോ 3⁻n - 1 എന്ന് പറയുമ്പോൾ 120 × 2/3 എന്നാണ് വരിക. അതായത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 80 എന്ന് വരും. ദർഫോർ 3⁻n is equal to 1നെയും കൂടി അങ്ങോട്ട് എടുക്കുമ്പോൾ 81 എന്ന് വരും. അതായത് 3⁻n is equal to 81. 81ന് നമുക്ക് 3⁴ എന്ന് എഴുതാൻ പറ്റും. ജസ്റ്റ് പവർ കമ്പയർ ചെയ്യുക. സോ n is equal to 4. അതായത് നമ്പർ ഓഫ് ടേംസ് ഓഫ് ദ GP എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. ഇനി 10th ക്വസ്റ്റ്യൻ, വിച്ച് ടേം ഓഫ് ദ GP √3 3 3 √3 etc. is 729.
വിച്ച് ടേം ഓഫ് ദ ജി പി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ജി പിയിൽ ഏത് ടേമാണ് 729, എത്രാമത്തെ ടേമായിട്ടാണ് ഈ 729 എന്നുള്ള ടേം വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് AN ആണ് നമുക്ക് തന്നിട്ടുള്ളത്. AN is equal to 729. AN എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം. A × r⁻n−1 is equal to 729 എന്ന് എഴുതാം. ഇതിൽ ഫസ്റ്റ് ടേം √3, കോമൺ റേഷ്യോ എന്ന് പറയുന്നതും √3. therefore എയുടെ സ്ഥാനത്ത് √3 എന്നും ആറിൻ്റെ സ്ഥാനത്ത് √3 എന്ന് കൊടുക്കാം. സോ √3 × √3⁻n−1 is equal to 729 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3 ഇവിടെ √3⁻n−1, അതായത് √3⁻n is equal to 729 എന്ന് എഴുതാം. √3⁻n 729 എന്നുള്ളതിന് നമുക്ക് 3⁻6 എന്ന് എഴുതാം. 3⁻6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3⁻12 എന്ന് എഴുതാം. ഓക്കെ, 3 എന്ന് പറഞ്ഞാൽ √3² ആണ്. സോ √3² എന്ന് വരും, അതായത് √3⁻12 എന്ന് വരും. പവർ കമ്പയർ ചെയ്യുമ്പോൾ n is equal to എത്ര വരും? 12 എന്ന് എഴുതാം. സോ ഇത് എത്രാമത്തെ ടേമാണ് 729 എന്ന് പറയുന്നത്? 12th ടേമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. 11th question, find the 20th and nth term of the GP. ഒരു ജി പി തന്നിട്ടുണ്ട്, അതിൻ്റെ 20th ടേം കാണണം, അതുപോലെ തന്നെ nth ടേം കാണണം. ഓക്കെ, സോ A is equal to 5/2 എന്ന് നമുക്ക് എഴുതാം. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 5/4 ഡിവൈഡഡ് ബൈ 5/2 ചെയ്യുമ്പോൾ R is equal to 1/2 എന്ന് നമുക്ക് എഴുതാം. അതിന്ന് nth ടേമിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് 20th ടേം കാണാം. അതേപോലെ nth ടേമിൻ്റെ ഇക്വേഷൻ AN is equal to A × r⁻n−1 എന്നതിൽ കൊടുത്തിട്ട് nth ടേമും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ nth ടേം കാണുമ്പോൾ 5/2, A എന്ന് പറയുന്നത് 5/2 ആണ്. 5/2 × 1/2⁻n−1 വരും, is equal to 5 ഡിവൈഡഡ് ബൈ 2⁻n എന്ന് വരും. ഇതിൽ n is equal to 20 കൊടുത്തിട്ട് നിങ്ങൾക്ക് 20th ടേം കാണണം. അല്ലെങ്കിൽ ആദ്യം തന്നെ 20th ടേം കണ്ടിട്ട് പിന്നെ AN കണ്ടാലും മതി, എങ്ങനെ വേണമെങ്കിലും കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ 11 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മാത്രമല്ല, ടെക്സ്റ്റ് ബുക്കിൽ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇനി ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഏതെങ്കിലും ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസോ അതല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്